തിരുമേനിയിലെ പുന്നപ്ലാക്കൽ ജിജോയുടെ വീട്ടിൽ നിറയെ ആനിക്കാവിളകൾ കായ്ച്ചു നിൽക്കുന്ന ആനിമരം കാണാം. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജിജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. ആനിക്കാവിളയെന്ന് കേൾക്കുമ്പോൾ നോക്കത്ത ഉയരത്തിൽ ആനിമരത്തിൽ നിൽക്കുന്നവയെയാണ് ഓർമ്മ വരിക. അതും പഴയ തലമുറയിൽപ്പെട്ടവർക്ക് മാത്രം. പുത്തൻ തലമുറയ്ക്ക് ഇതൊന്നും അറിയണമെന്നില്ല. എന്നാൽ ആനിക്കാവിള പറിക്കാൻ ഉയരമുള്ള മരത്തിൽ കയറുന്ന കാലമൊക്കെ പോയി. ഇപ്പോൾ നിലത്തുനിന്നും ആനിക്കാവിള പറിക്കാം. നിലത്ത് വീണ് ചിതറുമെന്നോ ചതയുമെന്നോ ഒന്നും പേടിക്കേണ്ട. ഇത് കാണണമെങ്കിൽ തിരുമേനിയിലെ പുന്നപ്ലാക്കൽ ജിജോയുടെ വീട്ടിലേക്ക് ചെന്നാൽ മതി. വഴിയരികിൽ തന്നെ നിറയെ ആനിക്കാവിളകൾ കായ്ച്ചു നിൽക്കുന്ന ആനിമരം കാണാം. അധികം ഉയരമില്ല. നിലത്തുനിന്നും ഒരു തോട്ടി കൊണ്ടുമൊക്കെ പറിക്കാൻ കഴിയും. എൻ്റെ പേര് ജിജോ, തിരുമേനിയാണ് സ്ഥലം. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ നോക്കത്താ ദൂരത്തുന്ന ഒരു കനിയായിരുന്നു ആഞ്ഞലിക്ക് എന്ന് പറയുന്നത്. അത് നിലത്ത് വീണ് ചെതറുകയും നമുക്ക് കഴിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിന് ശേഷം പാലായിൽ ഇതിൻ്റെ ഒരു തൈ ഉണ്ടെന്ന് അറിയുകയും അവിടെ പോയി അന്വേഷിക്കുകയും 2 തൈ വാങ്ങുകയും ചെയ്തു. ഇത് 3-ാം വർഷം കായ്ച്ചു. ഇപ്പോൾ 8-ാം വർഷമാണിത്. നിറയെ കായുണ്ടും ഫലസമ്പുഷ്ടവുമാണ്, ടേസ്റ്റിയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, എത്ര കുഞ്ഞു പിള്ളേർക്ക് പോലും ചുവട്ടിൽ നിന്ന് പറിക്കത്തക്ക രീതിയിലാണ് ഇത് കായ്ക്കുന്നത്. ഏത് കുഞ്ഞിക്കൊച്ചിനും ഇത് പറിച്ചെടുക്കാം എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട്. പിന്നെ ഒത്തിരി നാട്ടുകാർ കാണാൻ വരികയും ടേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 8 വർഷം മുൻപ് പാലായിലെ ഒരു കാർഷിക നഴ്സറിയിൽ നിന്നും തൈ വാങ്ങി നട്ടതാണ്. 3-ാം വർഷം തന്നെ കായ്ച്ചു. ഓരോ വർഷവും കൂടുതൽ കായ്കൾ പിടിച്ചു. അതും മധുരമേറെയുള്ളവ. ആനി മാത്രമല്ല, മറ്റ് നിരവധി പഴവർഗ്ഗങ്ങളും ജിജോയുടെ കൃഷിയിടത്തിലുണ്ട്. എങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ആനിക്കാവിള. എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ്, ദിവ്യയ്ക്ക് അഭിയെയും. അപ്പൊ എങ്ങനെയാ, അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ? വിഷമായോ? എന്ത് വിഷമം? അവളുടെ സ്വപ്നം നടക്കട്ടെ. അച്ഛാ, കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ. അഫ്സലേ, നമ്മുടെ തെക്കേപ്പറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ മോനില്ലേ, അവനോട് നാളെ തന്നെ വരാൻ പറ. രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ. IAS. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ. ജിജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.